അപ്പോൾ നമ്മളുടെ കേരള ബാങ്കിൻ്റെ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റലിസം എന്താണെന്ന് നോക്കാം. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ റോള് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് തട്ടായിട്ടായിരിക്കും എക്കണോമിയെ തിരിച്ചിട്ടുള്ളത്. അതായത് ഒന്നും മുതലാളികളായിരിക്കും, ഏറ്റവും മുകളിലും മുതലാളികളും താഴെ തൊഴിലാളി, ഇങ്ങനെ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എക്കണോമിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും അവിടെ കൂടുതലുണ്ടാവുക. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വളരെയധികം കുറവായിരിക്കും. ഇനി സോഷ്യലിസം നോക്കുകയാണെങ്കിൽ സോഷ്യലിസത്തിൽ എല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ തൊഴിലാളികളെ ഏകോപിപ്പിച്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ്, അതായത് പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നുള്ളൊരു കാര്യം കുറവാണ്, അവിടെ ഇല്ല. അവിടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടാവുക. തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, ഏതെങ്കിലും സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഗവൺമെൻറ് തൊഴിലാളികൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഒരു രീതിയാണ് നമ്മുടെ സോഷ്യലിസത്തിൽ വരുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ വേറൊരു രൂപാന്തരമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെൻറ് എന്നുള്ളൊരു രീതിയില്ല. അവിടെ തൊഴിലാളികൾ മാത്രം, ജനങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ചേർന്ന് അവരവരുടെ കഴിവനുസരിച്ച് വർക്ക് ചെയ്തത് അതിൽ നിന്ന് കിട്ടുന്നത് അവർ തന്നെ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരു ഫാക്ടറിയാണ് നടത്തുന്നത്, ജനങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഫാക്ടറി നടത്തുകയാണ്. അത് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് അവിടെ ഉണ്ടാവില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കില്ല ആ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. ജനങ്ങൾ അവരുടെ കഴിവനുസരിച്ച് ആ ഫാക്ടറിയെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിൽ നിന്ന് കിട്ടുന്നത് ജനങ്ങളുടെ ആവശ്യം, നീഡ് ബേസിലാണ് അവിടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിലൊരു തൊഴിലാളിക്ക് വേണ്ടത് ഫുഡ് ഉണ്ടാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ ആ ഐറ്റംസ് ആയിരിക്കും അയാൾ അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നത്. ഇനി ക്യാഷ് ആയിട്ടാണ് വേണമെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും തൊഴിലാളികൾ എടുക്കുന്നത്. അപ്പോൾ തൊഴിലാളിക്ക് എന്താണോ ആവശ്യം, അവർക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിൽ നിന്നും തൊഴിലാളികൾ എടുക്കുന്നത്. ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കില്ല അവർ വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് കൺട്രോൾ ഇല്ല അവിടെ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് അവരുടെ കഴിവനുസരിച്ച് വർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവരുടെ ആവശ്യത്തിൻ്റെ ബേസിൽ അവർ വിഡ്രോ ചെയ്യുന്നു. അതാണ് കമ്മ്യൂണിസത്തിൽ സംഭവിക്കുന്നത്. ഇനി അതിന് മൂന്നിൻ്റെയും ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് പേഴ്സൺസ് ഓൺ ദ പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്. ക്യാപിറ്റലിസത്തിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പാണ് ഉണ്ടാകുന്നത്. പ്രൈവറ്റ് ആളുകൾ എന്താണ്, അവരുടെ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിലാണ് അവിടെ പ്രൊഡക്ഷൻസ് നടക്കുന്നത്. സോഷ്യലിസം, ഗവൺമെൻറ് ഓൺസ് ആൻഡ് കൺട്രോൾ ദി മെജോറിറ്റി ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും അവിടുത്തെ എന്താണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. കമ്മ്യൂണിസം വരുമ്പോൾ ഓൾ ഗുഡ്സ് ആർ ഓൺ ജോയിൻ്റ്ലി ആൻഡ് ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു നീഡ്. കമ്മ്യൂണിസത്തിൽ എന്താണ്, എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ഷനും ആരാണ് നടത്തുക, ഒരുമിച്ച് ചേർന്ന് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരുമിച്ച് ചേർന്ന് ജനങ്ങളാണ് അവിടെ പ്രൊഡക്ഷനൊക്കെ നടത്തുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവരെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അക്കോർഡിംഗ് ടു നീഡ്. ഓരോ വ്യക്തിയുടെയും ആവശ്യം അനുസരിച്ച്. ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് മെഡിസിനാണ് വേണമെങ്കിൽ അവർ ആ പ്രോഫിറ്റിൽ നിന്ന്, ഇൻകത്തിൽ നിന്ന് എന്തെടുക്കുന്നു, മെഡിസിൻ ഫ്രീ ആയിട്ട് വാങ്ങിക്കുന്നു. ഒരു വ്യക്തിക്ക് ഫ്രീ ഫുഡാണ് വേണമെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്നും അവരെന്താണ് എടുക്കുന്നത്, ഫുഡാണ് അവർ വാങ്ങിക്കുക. പ്രോഫിറ്റിൽ നിന്നും ഫ്രീ ഫുഡ് വാങ്ങിക്കും, ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നു, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ ഓരോ വ്യക്തിക്ക് ഇൻഡിവിജ്വലിന് എന്താണോ നീഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവരതിന് ഇൻകത്തിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ വ്യക്തിക്കും പ്രൈവറ്റായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു അധികാരം അവിടെ ഇല്ല. പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല, ഗവൺമെൻറ് കൺട്രോളും ഇല്ല. എല്ലാം ജനങ്ങളുടെ കീഴിലാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ്, മിനിമം ഗവൺമെൻറ് കൺട്രോളാണ് ക്യാപിറ്റലിസത്തിൽ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എന്താണ്, അവിടെ വളരെയധികം കുറവാണ്. സോഷ്യലിസത്തിൽ ഗവൺമെൻറ് കൺട്രോൾ ഈസ് ഹൈ. ഗവൺമെൻറ്റാണ് അവിടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. കമ്മ്യൂണിസം വരുമ്പോൾ ഇൻ കമ്മ്യൂണിസം പീപ്പിൾ ഗീവ് എ ലോട്ട് ഓഫ് ചോയ്സ് ടു ചൂസ് വാട്ട് ടു മേക്ക്. അവിടെ ഗവൺമെൻറ് കൺട്രോൾ ഇല്ല. ഗവൺമെൻറ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. സോ അവിടെ ജനങ്ങൾക്ക് എന്തില്ല, ലോട്ട് ഓഫ് ചോയ്സ്, ഒരുപാട് ചോയ്സ് ഇല്ല. അവർക്ക് എന്ത് ഉണ്ടാക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിന് എന്താണ്, ഒരുപാട് ചോയ്സ് അവർക്ക് അവിടെ കിട്ടുന്നില്ല. കാരണം അവർ ഗവൺമെൻറ് കൺട്രോളിലല്ല, പ്രൈവറ്റ് ഓണർഷിപ്പില്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് അതിനുശേഷം എല്ലാവരുടെയും താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മീൻസ് ഓഫ് പ്രൊഡക്ഷനൊക്കെ നടത്തുന്നത്. ക്യാപിറ്റലിസത്തിൽ എക്കണോമിക് സിസ്റ്റം ഈസ് ഡൈനാമിക്. ക്യാപിറ്റലിസം എന്താണ്, ഡൈനാമിക് എക്കണോമിക് സിസ്റ്റമാണ്. സോഷ്യലിസം എന്താണ്, ഫ്ലെക്സിബിൾ എക്കണോമിക് സിസ്റ്റമാണ്. കമ്മ്യൂണിസം എന്താണ്, സ്റ്റാറ്റിക് എക്കണോമിക് സിസ്റ്റമാണ്.
In capitalist state, people are not much concerned about their religious choice. അവർക്ക് എന്താണ് ക്യാപിറ്റലിസത്തിൽ റിലീജിയസ് ചോയ്സിൽ എന്താണ് വലിയ കൺസേൺഡ് അല്ല അവരതിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ സോഷ്യലിസത്തിൽ പീപ്പിൾ ക്യാൻ ഫ്രീലി പ്രൊമോട്ട് ദെയർ റിലീജിയൻ. സോഷ്യലിസത്തിൽ എന്താണ് അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിസത്തിൽ ദർ ഈസ് നോ പ്ലേസ് ഫോർ റിലീജിയൻ ഇൻ കമ്മ്യൂണിസം. അവിടെ എന്താണ് കമ്മ്യൂണിസത്തിൽ റിലീജിയന് എന്താണ് ഒരു സ്പേസും ലഭിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പാണ്, സോഷ്യലിസത്തിൽ ഗവൺമെൻറ് കൺട്രോളിലുള്ള ഒരു എക്കണോമി ആയിരിക്കും. കമ്മ്യൂണിസത്തിൽ ഗവൺമെൻറ് കൺട്രോളില്ല, പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല, അവിടെ എന്താണ് ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുക. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Adam Smith is regarded as the founder of modern capitalism. Capitalism is an economic structure where private persons own the production equipment. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ക്യാപിറ്റലിസം പീപ്പിൾ given a lot of choice to choose what to make. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻസിൽ 1 and 2 ഈസ് കറക്റ്റ്. ആദ്യത്തെ 2 ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബി വന്നിട്ട് എന്താണ് 3 ഈസ് കറക്റ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. സിയിൽ വന്നിട്ടുള്ള 1 and 3, 1ഉം 3ഉം ആണ് കറക്റ്റ്. ദെൻ ഓൾ ആർ കറക്റ്റ്, ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താ വരിക? ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. ആദം സ്മിത്ത് ആണ് ഫാദർ ഓഫ് മോഡേൺ ക്യാപിറ്റലിസത്തിന് ഫാദറായി അറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. അതുപോലെ ക്യാപിറ്റലിസത്തിൽ എന്താണ് പ്രൈവറ്റ് പേഴ്സൺസിനാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ, പ്രൈവറ്റ് പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, ചാൾസ് ഫ്യൂരിയർ ആൻഡ് സെയിൻറ്റ് സിമൺ വേർ റിയൽ പൈനിയേഴ്സ് ഓഫ് ഡാഷ്. ആൻസർ സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ റിയൽ പൈനിയേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ഫ്യൂരിയറും അതുപോലെ സെയിൻറ്റ് സൈമൺ ആണ്. Dash is the term used to describe the first current modern socialism. ഉട്ടോപ്യൻ സോഷ്യലിസം. നമ്മൾ ആദ്യത്തെ മോഡേൺ സോഷ്യലിസത്തിനെ നമ്മൾ ആദ്യം എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന പേരിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ഫൈനൽ പവർ റെസ്റ്റ് വിത്ത് ഡാഷ്. ആൻസർ ദ പീപ്പിൾ. ഡെമോക്രസിയിൽ ഒരു ഗവൺമെൻറ് കൺട്രോളിലുള്ള സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ഫൈനൽ പവർ ആരുടെ കയ്യിലായിരിക്കും? ജനങ്ങളുടെ കയ്യിലായിരിക്കും. The first country to experience industrial revolution was Britain. What is capitalism? A system where the government control business. B, capitalism is an economic system where the means of production are privately owned and operated for profit. C, economic system in which people have limited right. D, an economic system in which most property publicly owned or controlled. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ഫോർ പ്രോഫിറ്റ്. ഡാഷ് ഗെറ്റ് ടു മേക്ക് ദി എക്കണോമിക് ഡിസിഷൻ അണ്ടർ ക്യാപിറ്റലിസം. ആൻസർ ഇൻഡിവിജ്വൽസ്. The government or group of workers might control these resources but the profit are divided among the people. ഏതാണ്? സോഷ്യലിസത്തിലാണ് അത് സംഭവിക്കുന്നത്. ഗവൺമെൻറ് കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിലും ഫൈനൽ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വീതിച്ച് നൽകുന്നു. ദ US ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി വാട്ട് എക്കണോമിക് സിസ്റ്റം. അമേരിക്ക ഏത് എക്കണോമിക് സിസ്റ്റത്തിന് ഉദാഹരണമാണ്? ക്യാപിറ്റലിസം. ഹൂ ഓൺ എവറിത്തിങ് അണ്ടർ കമ്മ്യൂണിസം? ആൻസർ ഗവൺമെൻറ്.